സോ ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ രാവിലെ ആയി. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എണീറ്റു. എത്രാമത്തെ ഫ്ലോറിലാ? രാവിലെ വരെ ബൊഫേ ഉണ്ടാവും കേട്ടാ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ എവിടെ? അപ്പൊ താഴത്തേക്ക് എന്നാ താഴത്ത് പോവാ. രാവിലെ ആയതുകൊണ്ട് പച്ചക്കായതുകൊണ്ട് മേക്കപ്പും ഇല്ല. ആ ഉണ്ടക്കണ്ണൊക്കെ ശരിക്കും കാണാം. കൺമശിട്ടൂടേനാ. ഗായ്സ്, അപ്പൊ നമ്മൾ എങ്ങനെ റൂം വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ പോവാണ്, വെക്കേറ്റ് ചെയ്ത് പോവാണ്. എങ്ങനെയൊക്കെ അലമ്പാക്കാൻ പറ്റും അങ്ങനെയൊക്കെ അലമ്പാക്കിക്കാണ്ട് മുതലാക്കിക്കണ്. ഇത്രയൊക്കെ വൃത്തിയാക്കാനേ ഞങ്ങളെ കൊണ്ട് കഴിയുള്ളൂ. നടക്കി ഇറങ്ങി പറഞ്ഞു. ഇതിന്റെ ചാവി എടുത്തോ. ആ, ഇതാണ് എൻ്റെ കസിൻ ബ്രദർ. ഇത് നിങ്ങൾ രണ്ടാളും ഒരേ ഡ്രസ്സ്? മൊട്ടകളാണ്, ഇരട്ടകള്. ഇങ്ങോട്ടെ വേർതിരിവ്. എവിടുന്ന് ഇങ്ങോട്ട്? അല്ല, ഇവിടുന്ന് എടുക്കുമ്പോ നിങ്ങൾ കറുത്തിട്ടില്ല. അങ്ങനെ മതി, കറുത്താ മതി. പക്ഷെ പാപ്പക്ക് മസിലില്ല കേട്ടോ. വരണം പെട്ടിടിക്കുമ്പോ ചെറുക്കാ അളിയ പെട്ടിടിക്കടാ. ഇറങ്ങി. ഞാൻ ചെയ്തിട്ട് ഫോൺ പിടിക്കുന്നില്ലേ. അങ്ങനെ നമ്മള് എന്തേനുമാ ടിബറ്റിയൻസോ? യെസ്, ടിബറ്റിയൻസിനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഇവിടെ മലയാളത്തിൽ തെറിച്ച് ഇംഗ്ലീഷിൽ തെറി പറഞ്ഞാണ്ടല്ല, മേലെ വിളിക്കരുത് കേട്ടാ. ഓ, ഇതിന് പറയണ്ടാണോ? ഓക്കെ. എന്താ വേണ്ടി? അതായത് ഇവിടെ എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആണെന്നാണ് കഞ്ഞിരസിൽ പറയണത്. ഇതൊന്നും ഇല്ലെങ്കിൽ സാക്രട്ടിലല്ലേ കൈ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ദാരിദ്ര്യം പറയണേ. അതൊക്കെ വലിയ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കണോണ്ടാണ് അത്ര റേറ്റ്. മനസ്സിലായോ? ചോക്കോബാർ അല്ലേ വില? അത് അജുബിന്റെ ഫാന്. ഇതാണ് ദലൈലാൽ. ആമനെ കൊടുത്തിട്ടില്ല, ആമ നാട്ടില. ഇതാണ് ദലൈലാമ. മേമി തള്ളുന്നു ദലൈലാമ ഇതാണ്, പപ്പ തള്ളുന്നു ഇതല്ലാണ്. ഇതിലേതാണ്? ആ, അതുണ്ട്. ഏകദേശം മേമിന്റെ മാതിരി എല്ലാരും കാണാന്. ഒരു ബംഗോളിയിലോ. ശരിക്കും നേപ്പാളിയാ? ബംഗോളിയാ? ഇതാണ് ബുദ്ധൻ. അപ്പൊ അതെന്തേനു? ജീവ നോക്ക്. ജീവ് ഇത് കാണണ്ടേ? ആരോട് പറയാം? പക്ഷെ കാണേണ്ട ഒരു കാഴ്ചയല്ല, നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ തായ്ലൻഡ് പോയതുകൊണ്ടല്ലേ തള്ളണത്? ഇതുപോലത്തെ ബുദ്ധ വിഗ്രഹങ്ങളല്ലേ തായ്ലൻഡില്, ബാങ്കോക്കിലൊക്കെ സോളിഡ് ഗോൾഡിലാണ്, അതായത് സ്വർണത്തിലാണ്. അപ്പൊ ഇത് സ്വർണ്ണല്ല. ജീവ ഏടെ ജീവ നമ്മള് വന്നേ? ജീവ ഏടെ വന്നേ? ഏടെ നമ്മള് വന്നേ? നമ്മള് തണുപ്പുണ്ട് വെച്ചിട്ട് ഇറങ്ങിയതാണ്. നല്ല വെയിലാണ്. മമ്മ കണ്ടിറങ്ങിട്ട് എനിക്ക് ഇങ്ങനെ തെറ്റും. എനിക്കറിയാം. മമ്മക്കുട്ടിയാണ്. മമ്മക്കുട്ടി ഞാൻ ഇവിടെ നടന്ന് കൊയങ്ങി. സെറ്റപ്പ് ആട്ടോ, അടിപൊളിയാ കാണാൻ. എന്തൊക്കെയാ നമുക്ക് അങ്ങോട്ട് പോയേക്കാം.
ദലൈലാമ എന്ന് പറഞ്ഞില്ല അതല്ല അതല്ല അയാളാണ് ദലൈലാമ. അതന്നെയാണ് പുറത്ത് കണ്ട ഫോട്ടോ. അല്ല അതാണ് ദലൈ, ഇത് റംബോച്ചയാണ്. ഓ റംബോച്ച. മറ്റേ ദലൈലാമ. അത് രണ്ടാണ്. സോ ഗായ്സ് ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ബട്ട് വർത്ത് വാച്ചിങ് ആണ് കേട്ടോ. അങ്ങോട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന പപ്പയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. കാരണം പപ്പയാണ് ഇങ്ങോട്ട് കർട്ടൺ ഇട്ട് കണ്ട് വന്നോളൂ. പരിന്ന് കണ്ടില്ല കർട്ടൺ തേച്ചെങ്ങി ആണില്ലല്ലോ. ഹേയ് വേറെ ഡ്രസ്സൊന്നും കിട്ടിയില്ല. എന്നോട് മന്ദം വരരുത്. ഓക്കെ, അപ്പോൾ ഇതാ ഇത് പിന്നെ ഇവിടെ വന്നാലും ഇവിടുന്ന് ഇറങ്ങുന്ന പരിപാടി ഒന്നുമില്ല. യാ ഇപ്പൊ ഇവിടെ വരുമ്പോ ഒരു മാറ്റം ഉണ്ട് അല്ലേ? ഇവിടെ വരുമ്പോ വലിയ കുഴപ്പമില്ല. ഡുൽഡുവിന്റെ ഉറക്കം വരുന്നുണ്ട്. ഒഴിവാക്കിയതറിയാം. ഉച്ചോളി കളിക്കണം മതി. നമുക്ക് ഇവിടെ വില കൂട്ടത്തിൽ ഏൽപ്പിച്ച് പോയാലോ പപ്പ? വില വേഷത്തിൽ ഇവിടെ കാണാൻ രസമുണ്ടോ? അക്കസൊട്ട് ലുക്ക്. ആ മൂതരട്ടത്. നമ്മൾ മടങ്ങി പോവാണ്. ജീവ പപ്പക്ക് ബുദ്ധിസ്റ്റുകളെ കൂടെ സെൽഫി എടുക്കാൻ വലിയ വാശി. പക്ഷെ അവിടെ ആരും കാണുന്നില്ല. അല്ല കാണായിട്ടല്ല, ഇഷ്ടം പോലെ. ആ അവിടെ ഉണ്ടല്ലേ, നോ എൻട്രി ആണ്. അപ്പൊ ഞാൻ അവിടെ നടന്നെത്തിയിട്ടില്ല. പപ്പ നിങ്ങൾ ആ പേര് പറഞ്ഞ് രണ്ടാമത്തെ ഇങ്ങോട്ട് വിളിച്ചതല്ലേ? എത്ര ദൂരം നടക്കണം? എനിക്ക് ഓവർ നടക്കാൻ പറ്റില്ല, വേർപ്പിന്റെ അസുഖങ്ങളാണ്. ഇതറിങ്ങക്ക് ആ ഒരാൾ കിട്ടി, ചാക്കിലിട്ട് പിടിച്ചു. ഫോട്ടോ ജുബിയുടെ അല്ല ഇത് ഞാനാ ഫോട്ടോ എടുക്കണ്ടേ? ഒറ്റ സെക്കൻഡ്. ശിവക്ക് വേണോ ക്യാപ്പ്? വേണോ കുഞ്ഞി ക്യാപ്പ്? വേണോ വേണ നോക്കട്ടെ. അമ്മച്ചി വെച്ച് നോക്കട്ടെ. തലയിൽ നിക്കോ നോക്കട്ടെ. വേണോ ശിവ? വേണോ? മറ്റേ തല ഇതാക്കണ ഓര് വിളിക്കുമ്പോ വിസിലടിക്കും, പക്ഷെ നമ്മൾ വിളിക്കുമ്പോ വിസിലാവൂല. അല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് സാധാ ക്യാപ്പ് വേണോ? ഏതാ നല്ല രസം? സാധാ ക്യാപ്പ് വേണോ ഈ ക്യാപ്പ് വേണോ? ഇത് വാങ്ങാ. പൈസ കൊടുക്കട്ടെ. സീവൂന് പറ്റി വേണ്ടല്ലോ. എന്തോ ഒരു സാധനം വാങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താണ്? ആ ഒന്ന് ഊത്. പൈസ കൊടുത്താ ഇത് വാങ്ങണം, എനിക്ക് വേറെ വാങ്ങാം. ഗൈസ് അപ്പൊ നമ്മള് ഇവിടുന്ന് ഇറങ്ങി ഇനി അടുത്തത് ആന സഫാരിക്ക് പോവാം കേട്ടോ. ആനപ്പുറത്ത് പോകാൻ പോവാണ്. ജീവനും കുട്ടി നമ്മൾ ആനപ്പുറത്ത് പോവാണ്. യെസ്, വളരെ ആവേശത്തിലാണ്. ഇവിടെ എല്ലാരും ഉമ്മാനെ തന്നെ നോക്കുക. കാരണം ചിലര് വട്ടാണെന്നാ വിചാരിച്ചിട്ടുണ്ടത്. പപ്പല്ല, അത് വിട്. മരോ സെലക്ട് ചെയ്ത് കൊടുത്താണ്. വേറെ കണ്ണാടൊന്നും കിട്ടിയില്ലോ അവന് സെലക്ട് ചെയ്ത് കൊടുക്കാന്. നല്ല ടേസ്റ്റ്. എന്റെ കുട്ടി ഡ്രസ് ഇട്ടുന്ന് ഫുള്ള്. നോക്കണം, നോട്ടം കണ്ടില്ലേ? ആ ടിക്കറ്റ് ഉണ്ടല്ലോ ഇവിടെ.
ഇവിടെയാണ് നമ്മൾ ആനപ്പുറത്ത് പോകാൻ പോകുന്നത്. Yeah. മുക്കി കൊല്ലായിരുന്നു, ഒന്നില്ലെങ്കിൽ തള്ളിയിടും ചെയ്യുന്നു. ഇതിപ്പോ എന്റെ പാറമ്മ തലടിച്ച് ഈ വടിയാവും. പപ്പ എവിടെ എലഫന്റ്? 5 വർഷമായി നിർത്തലാക്കിയിട്ട്. സൂ 10 കൊല്ലായി നിർത്തിയിട്ട്, ഇപ്പൊ 5 വർഷം. നിങ്ങൾ ഇത്ര അപ്ഡേറ്റഡ് ആയിരുന്നു. സബ്ജക്ട് മാറ്റണ്ട, എനിക്ക് എലഫന്റ് സഫാരി വേണം. 5 വർഷമായി നിർത്തി. ഇത് കാണുന്നില്ലേ, ഇത് കണ്ടില്ലേ, ഇത് ഇവിടുന്നാണ് ആനന്റെ മുകളിൽ കയറുന്നത്. ഓ, ഇത് ആന എവിടെ? ആന ഇല്ല, ഇപ്പൊ നിർത്തി. അവര് ആരെങ്കിലും ചവിട്ടി കൊന്നിട്ടുണ്ടാവും, എന്നെ പോലത്തെ ആരെങ്കിലും ഭയങ്കര കുറ്റക്കിടാക്കിയിട്ടുണ്ടാവും, തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആന ചവിട്ടി കൊന്നു, മതിയാക്കി അവര് ആനന്റെ പരിപാടിയെ നിർത്തി. എന്താ ഇത്രയും ദൂരം നടത്തിച്ചിട്ട് ജീവ വർത്താനം പറയാറ്റില്ല, അല്ലെങ്കിൽ 2 തെറിയൊക്കെ പറഞ്ഞു. മാന എന്നിട്ട് മാന എവിടെ? അതിന്റെ അടുത്ത് പോകാനൊന്നും പറ്റൂല, വിളിച്ചെടുത്തു തിരിച്ചു നടക്കുക. സോ ഗൈസ്, എനിക്ക് പണി കിട്ടിയ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ജിവുവിന് പാമ്പേഴ്സ് വാങ്ങാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ 200 രൂപയുടെ കുർത്ത കണ്ടു. കുർത്ത കണ്ടിട്ട് ഞാനത് ഇവിടെ വന്ന് പറഞ്ഞു. പപ്പ നേരെ ഇതിൻ്റെ ഉള്ളിൽ എല്ലാവരും കൂടി കയറ്റി ദേ കിടക്കണു. എടാ ബില്ല്, ഒരു വമ്പം ബില്ല്, 6000 റുപ്യ. പക്ഷെ സാധനങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ കൂർഗിൽ ഇവിടെ ഭയങ്കര വില കുറവാട്ടോ. നല്ല ഓഫർ ഉണ്ട് അതിന്. ഇത്രയും വലിയ ബില്ല് തല പിടിച്ചാണോ പിടിച്ചിട്ടുണ്ട്? അതെ, ഇത് കൂടുതലും നമ്മളെ സാധനങ്ങളാ. പക്ഷെ ജിമുവിനുള്ള ടോയ്സ് കാര്യങ്ങള് ഇതാ, ഈ വീട് ഇത് ജിമുവിന് അവിടെ വീട്ടിൽ ചെന്നിട്ട് സെറ്റ് ചെയ്യാണ്ട് എന്തോ 7 ഇവിടെ ഓഫർ പ്രൈസ് ആയിട്ട് 799 ഇവിടെ വരുന്നുള്ളൂ. ഞാനിതൊക്കെ ഓൺലൈനിൽ നോക്കി, ഓൺലൈനിലൊക്കെ നല്ല പ്രൈസ് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ 299 വരുന്നുള്ളൂ. ഇത്രയും വലിയ ടോയ്ക്കൊക്കെ. ടോയ്സിനൊക്കെ ഭയങ്കര വിലക്കുറവാണ്. അത് ആ ബോളിനൊക്കെ 199 ആ റേഞ്ചേ ഉള്ളൂ. സോ ഒന്നും നോക്കിയില്ല, എല്ലാം വാങ്ങി. പിന്നെ കാറിൽ നിൽക്കുന്ന കുഷ്യൻ ഞങ്ങൾ കുറേ അന്വേഷിച്ച് നടന്നായിരുന്നു. ഇതൊക്കെ ഇത് എത്രയായിരുന്നു കൂടി? 2 499. പക്ഷെ ഭയങ്കര ക്വാളിറ്റി കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 100 രൂപക്കൊക്കെ അവിടെ കിട്ടുന്നുണ്ട്, പക്ഷെ അത്ര ക്വാളിറ്റി ഇല്ലാതെ ഇത് നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്യാരി ബാഗിന് നമ്മൾ അഡീഷണൽ ക്യാരി ബാഗിന് ചാർജൊക്കെ കൊടുക്കണം. ചാർജ് കൊടുത്തിട്ട് അഡീഷണൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അടുത്ത പണി കിട്ടിയത് എൻ്റെ അളിയനാണ്. ഇത് പിടിച്ച പണി കൊടുത്തതിൻ്റെ പെങ്ങളാണ്. പാവാണ്. ചട്ടിയും പത്തിരി മാത്രം വാങ്ങിയിട്ടുള്ളൂ. ചട്ടിയും പത്തിരിയാണ് ആ കാണുന്നത്. അത് കുഷ്യനല്ലേ? വെരി ഗുഡ്. എനിക്കെങ്കിലും വീടിനെ കുറിച്ച് ചിന്ത ഉണ്ടല്ലോ. നന്നായി. എടാ ഇത് കൊട്ട ഡ്രസ് വിളിച്ചോണ്ട് വരുമോ? പക്ഷെ ഇതൊക്കെ ഭയങ്കര ഇതാണ്. ഇതിപ്പോൾ നമ്മളെ ഫേസ് ക്ലീൻ ആക്കുന്ന ടർക്കി കണ്ടോ, 59 രൂപ 3 സെറ്റ്. പിന്നെന്താ സോക്സ് കാര്യങ്ങൾ. മക്കളെ എന്താടാ ചെറിയ മക്കളുമാതിരി ബാറ്റൊക്കെ വാങ്ങിക്കുക. വലിയൊരു പോത്ത് 10ാം ക്ലാസ് കഴിഞ്ഞ് പുത്രക്കാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ പപ്പ എന്നെ ചാമ്പ്യത് ഞാൻ കാണിച്ചു തരട്ടാ. ഇതാ ഈ ചാർക്കോളിൻ്റെ ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല ഇതിലിട്ടത്. പപ്പ ചാമ്പ്യതാണ് ഇത്. ഈ ചെറുക്കനുള്ള 2 ടീഷർട്ട് പെരുന്നാൾക്ക് ഓൾറെഡി ഞാൻ എടുത്തു കൊടുത്തതാണ്. ഇത് പിന്നെ എൻ്റെ ട്രൗസറ്, 2 ഷർട്ട് പപ്പക്ക്. ഇതാ ഇത് 2 എൻ്റെ വക പപ്പക്ക് ഷർട്ട് ഇട്ടാ. അങ്ങനെ ഞാൻ പറയാതെ മൂപ്പരിട്ടണ്ട. ഇതാ ഇത് 2 ജമ. ഇത് നിങ്ങൾ വീഡിയോയിൽ എവിടെയും കാണുകയാണെങ്കിൽ പറഞ്ഞാൽ ഈ ബാസിക്കാക്ക വാങ്ങി തന്ന ഷർട്ടല്ലേന്ന് ഇത് നിങ്ങൾ കമൻറ്റ് ഇടാൻ മറക്കരുത്. ഓക്കെ, ഇത് 2 ജമായി കൊടുത്തത്. ഇത് എപ്പം മൂപ്പര് വീഡിയോ കണ്ടാൽ നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. ഓക്കെ, സന്തോഷമായി. ഇപ്പോൾ പൈസ മുതലായി. പോവാ ഗൈസ്. കറക്റ്റ് ബില്ലടിച്ചതിന് ശേഷം പപ്പനെ കിട്ടിയിട്ടാ. പപ്പൻ്റെ ടൈമിങ് അപാരം. അല്ല, ബില്ലടിച്ചതിന് ശേഷം വരാൻ കാണിച്ചാൽ മനസ്സ് ഒന്നുമില്ല എന്നാറി. അല്ല ഒന്നുമില്ല പപ്പ. വാ ചൂടായി. ഇതാ പപ്പക്കിൻ്റെ വക പെഷാറ്റിൽ വെക്കാൻ. ഓ, പപ്പൻ്റെ വക കാപ്പി. അതാ ഓളത്തിൻ്റെ പാടുന്നു. ആ പിന്നെണ്ട് പപ്പ അവിടെ അജുപെട്ട് പാവം സാധു വില്ലൊക്കെ. അങ്ങനെ ഗൈസ് നമ്മൾ പാർക്കിലൊക്കെ ഒരുപാട് കറങ്ങി. പപ്പ സിപ്പ് ലൈനിലൊക്കെ കയറി. നല്ല രസമായിരുന്നു അല്ലേ? യെസ്. ഉമ്മക്ക് പേടിയോണ്ട് ഉമ്മ കയറിയില്ല. അത് കയറാറില്ല. ഇനി യന്ത്രഞ്ഞാലാണെങ്കിലും പോയതാണ്. നമ്മൾ എന്തായാലും ഉള്ളിൽ പോയി നോക്കാം. കമാൻ
ഇന്ന് ബാസിക്കാക്കന്റെ വകാണ് ഫുഡ് എന്നാണ് പപ്പ പറഞ്ഞത്. അതെ അവിടെ കൊണ്ട് പറഞ്ഞില്ലേ ഞാന് എന്ത് ബാസിക്കാക്ക ഒരു ചെറിയൊരു ബില്ലല്ലേ തന്നുള്ളൂ. ഇവിടെ കണ്ടാരെ എത്ര ബില്ല് വരും? സാധനം എടുത്തിക്കണ ഇല്ലല്ല. എടി 6000 ആകെ ആയത് ട്രൗസറിന് 300 റുപ്യാണ്. ജീവന്റെ പേരും പറഞ്ഞ ടോയ്സ് കുറെ വാങ്ങി കൂട്ടികൾ. അതേ വാങ്ങും. അതിപ്പോ അടുത്ത് മറ്റേ റേസിംഗ് കാറൊക്കെ വാങ്ങി നിങ്ങള്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. നമ്മൾ 8 പേരുണ്ടായിരുന്നു. അപ്പോൾ 8 പേർക്കുള്ള ടേബിൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, റിസലും ബാസിക്കാക്കിയും. അപ്പം റിസലിൻ്റെ ടീമിൻ്റെ കളിയായിരുന്നു. അപ്പോൾ അവനെ കുറേ കളിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതായത് അവൻ്റെ ടീം തോറ്റുകൊണ്ട് നിൽക്കുന്ന ടൈമായിരുന്നു. അപ്പം അത് കളിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞാനിത് ഓൺ വോയിസ് ചെയ്യുന്നത് സോങ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അപ്പം കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഇനി ഫുഡ് വന്നിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസും ചിക്കൻ ലോലിപ്പോപ്പും ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫ്രൈഡ് റൈസ് ആയിരുന്നു. ലോലിപ്പോപ്പും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പം നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.